വിവിധ തരം തെർമോമീറ്ററുകൾ. ശരീര താപനില അളക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ എന്താണ്? ശരീര താപനില അളക്കുന്ന ഉപകരണമാണ്. ഈ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത്. അപ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാണ്? തോമസ് ക്ലിഫോർഡ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാ? ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? ഫാരൻഹീറ്റ് ആണ്. അതുപോലെ സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററും. സങ്കോചിക്കാനും വികസിക്കാനുമുള്ള ദ്രാവകങ്ങളുടെ കഴിവ് പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്ററും ക്ലിനിക്കൽ തെർമോമീറ്ററുമാണ്. ഓക്കെ, തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നതാണ് മെർക്കുറി. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് മെർക്കുറിയാണ്. തെർമോമീറ്ററിൻ്റെ അഗ്രഭാഗത്തുള്ള ബൾബിൽ കാണപ്പെടുന്നത് എന്താണ്? മെർക്കുറിയാണ്. 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ഓക്കെ, 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയുള്ള താപനില അളക്കാൻ ഉപയോഗിക്കുന്നത് ലബോറട്ടറി തെർമോമീറ്റർ ആണ്. ഓക്കെ, സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സ് സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് 32 ഫീറ്റിന് തുല്യമാണ്. അതുപോലെ 273 കെൽവിനും തുല്യമാണ്. 0 ഡിഗ്രി ഈസിക്കൽ ടു 32 ഡിഗ്രി എഫ് ഈസിക്കൽ ടു 273 കെ. 100 ഡിഗ്രി സെൽഷ്യസ് ഈസിക്കൽ ടു 212 ഡിഗ്രി എഫ് ഈസിക്കൽ ടു 373 കെ. 100 ഡിഗ്രി സെൽഷ്യസ് ഈസിക്കൽ ടു 212 ഡിഗ്രി ഫീറ്റ് ഈസിക്കൽ ടു 372 കെയുമാണ് വരുന്നത്. ഇനി സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്നത് -40 ആണ്. എന്താണ്? സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് ഏതാണ്? -40 ഡിഗ്രിയാണ്. സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റ് സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവ് -40 ആണ്. ഓക്കെ, സെൽഷ്യസ് സ്കെയിലിലും ഫാരൻഹീറ്റിലും ഒരേ മൂല്യം കാണിക്കുന്നത് -40 ആണ്. എങ്കിൽ ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്നത് 574.25 ആണ്. 574.25 ആണ് ഫാരൻഹീറ്റ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും തുല്യമൂല്യം കാണിക്കുന്ന ഊഷ്മാവ്. ഇനി സെൽഷ്യസ് സ്കെയിലിലും കെൽവിൻ സ്കെയിലിലും ഒരേ മൂല്യം കാണിക്കുന്ന ഊഷ്മാവില്ല. CK ഇല്ലെന്നാണ് പറയുന്നത്. CF ആണെങ്കിലോ -40. CFിലാണെങ്കിൽ -40, അതായത് C എന്ന് ഉദ്ദേശിക്കുന്നത് സെൽഷ്യസ് സ്കെയിലും F എന്ന് പറയുന്നത് ഫാരൻഹീറ്റ്. അപ്പോൾ CFിലാണെങ്കിൽ -40 ആണ്. ഫാരൻഹീറ്റ് സ്കെയിൽ FK ആണെങ്കിൽ 574.25 ആണ്. ഇനി CKയിലാണെങ്കിൽ ഊഷ്മാവ് ഇല്ല. അടുത്ത് എന്താണ് താപീയ വികാസം? താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നതാണ് താപീയ വികാസം. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ വലുപ്പത്തിലുണ്ടാകുന്ന വർധനവ് അറിയപ്പെടുന്നതാണ് താപീയ വികാസം. ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. എന്താണ്? ചൂടാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വികസിക്കുന്നത് വാതകങ്ങളാണ്. ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികസിക്കുന്നത് ഖരപദാർത്ഥങ്ങളാണ്. അപ്പോൾ എന്താണ്? ചൂടാക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ തോതിൽ വികസിക്കുന്നത് ഖരപദാർത്ഥങ്ങളാണ്. താപീയ വികാസത്തിൻ്റെ ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കണം. അത് എക്സാമിന് ചോദിക്കും. ഒരു തെർമോമീറ്റർ ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിലെ മെർക്കുറി ഉയരുന്നു. ഒരു തെർമോമീറ്റർ ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ മെർക്കുറി എന്ത് ചെയ്യുന്നു? ഉയരുന്നു. താപീയ വികാസത്തിന് ഉദാഹരണമാണ് ഒരു തെർമോമീറ്റർ ചൂടുവെള്ളത്തിലിടുമ്പോൾ അതിൻ്റെ മെർക്കുറി ഉയരുന്നത് താപീയ വികാസത്തിന് ഉദാഹരണമാണ്.
ഇനി ഭാഗികമായി ഊതി വീർപ്പിച്ച ബലൂൺ, ഭാഗികമായി ഊതി വീർപ്പിച്ച ബലൂൺ എന്ത് ചെയ്യുന്നു? ചൂടുള്ള മുറിയിൽ വയ്ക്കുമ്പോൾ വികസിച്ച് കൂടുതൽ വലിപ്പത്തിലാകുന്നു. എന്ത് ചെയ്യുന്നു? ഭാഗികമായി ഊതി വീർപ്പിച്ച ബലൂൺ ചൂടുള്ള മുറിയിൽ വയ്ക്കുമ്പോൾ വികസിച്ച് കൂടുതൽ വലിപ്പത്തിലാകുന്നത് താപീയ വികാസത്തിന് ഉദാഹരണമാണ്. ഇനി പദാർത്ഥങ്ങളുടെ താപീയ വികാസം പരിഗണിച്ചുള്ള വിവിധ സന്ദർഭങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് താപീയ വികാസമാണ്. റെയിൽ പാളങ്ങൾക്കിടയിൽ വിടവിട്ടിരിക്കുന്നത് താപീയ വികാസമാണ്. കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് പട്ട അടിച്ചിരിക്കുന്നത് താപീയ വികാസത്തിന് ഉദാഹരണമാണ്. കാളവണ്ടി ചക്രത്തിന് ഇരുമ്പ് ചട്ട അടിച്ചിരിക്കുന്നത് താപീയ വികാസമാണ്. കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കിടയിൽ വിടവിടുന്നത് താപീയ വികാസമാണ്. കോൺക്രീറ്റ് പാളങ്ങൾക്കിടയിൽ വിടവ് ഇട്ടിരിക്കുന്നതിന് കാരണം എന്താണ്? താപീയ വികാസമാണ്. ഇനി എന്താണ് രേഖീയ വികാസം? അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. എന്താണ് ലീനിയർ എക്സ്പാൻഷൻ എന്ന് പഠിച്ചു വെക്കണം. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്നതാണ് രേഖീയ വികാസം. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ നീളത്തിലുണ്ടാകുന്ന വികാസത്തെയാണ് രേഖീയ വികാസം എന്ന് പറയുന്നത്. താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ പരപ്പളവിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്നതാണ് പരപ്പളവ് വികാസം. അതായത് താപനില വർധനയുടെ ഫലമായി ഒരു വസ്തുവിൻ്റെ പരപ്പളവിലുണ്ടാകുന്ന വികാസമാണ് പരപ്പളവ് വികാസം അഥവാ ഏരിയ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി താപനില വർധനവിൻ്റെ ഫലമായി ഒരു വസ്തുവിൻ്റെ ഉള്ളളവിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്നതാണ് ഉള്ളളവ് വികാസം. താപനില വർധനവിൻ്റെ ഫലമായി ഒരു വസ്തുവിൻ്റെ ഉള്ളളവിലുണ്ടാകുന്ന വികാസത്തെ അറിയപ്പെടുന്നതാണ് ഉള്ളളവ് വികാസം അഥവാ വോളിയം എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. ഇനി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ഗലീലിയോയാണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. അടുത്ത മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻഹീറ്റ് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ആൽബർട്ട് ആണ്. ക്ലിനിക്കൽ അപ്പം തെർമോമീറ്റർ ഗലീലിയോ, ഫാരൻഹീറ്റ് എന്താണ്? മെർക്കുറി തെർമോമീറ്റർ ആണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? തോമസ് ആൽബർട്ട് ആണ്. അപ്പോൾ ഇത് മൂന്നും മറന്നു പോകരുത്. അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് താപപ്രേഷണം. എന്താണ് താപപ്രേഷണം? ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കോ ആ വസ്തുവിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്കോ താപപ്രേഷണം നടക്കുന്നതാണ് താപനില വ്യത്യാസത്തിൻ്റെ ഫലമായിട്ടാണ്. താപവ്യത്യാസം നടക്കുന്നത് ചാലനം, സംവഹനം, വികിരണം ഈ 3 പ്രക്രിയകളാണ്. ഇനി എന്താണ് ചാലനമെന്ന് നോക്കാം. ഒരു വസ്തുവിൻ്റെ അടുത്തടുത്ത 2 ഭാഗങ്ങളുടെ താപനില വ്യത്യാസത്തിൻ്റെ ഫലമായി താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയെ ചാലനം എന്ന് പറയുന്നു. അടുത്തടുത്ത 2 ഭാഗങ്ങളുടെ താപനില വ്യത്യാസത്തിൻ്റെ ഫലമായി താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. വാതകങ്ങൾ താരതമ്യേന മോശം താപചാലകങ്ങളാണ്. വാതകങ്ങൾ താരതമ്യേന മോശം താപചാലകങ്ങളാണ്. എന്നാൽ ദ്രാവകങ്ങളുടെ ചാലകത ഖരങ്ങൾക്കും വാതകങ്ങൾക്കും ഇടയിലാണ്. ദ്രാവകങ്ങളുടെ ചാലകത ഖരങ്ങൾക്കും വാതകങ്ങൾക്കും ഇടയിലായിട്ടാണ്. മഞ്ഞുകട്ടയും ഉപ്പും ചേർന്ന മിശ്രിതം ശീതമിശ്രിതമാണ്. ശീതമിശ്രിതമാണ്. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമയാനം. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് പുനർഹിമയാനം. മഞ്ഞിലൂടെ സ്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന പ്രതിഭാസം പുനർഹിമായനമാണ്. ഒരു വസ്തുവിൻ്റെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഉളവാക്കുന്ന ഊഷ്മാവ് കേവല 0 ഒരു വസ്തുവിലെ തന്മാത്രകളുടെ എല്ലാവിധ ചലനങ്ങളും ഇല്ലാതാക്കുന്ന ഊഷ്മാവാണ് അബ്സല്യൂട്ട് 0 അഥവാ കേവല
0 എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് സംവഹനം എന്ന് നോക്കാം. അടുത്തത് ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ്. അപ്പം ദ്രവ്യത്തിൻ്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രേഷണ രീതിയാണ് സംവഹനം. ഇത് ദ്രവങ്ങളിൽ മാത്രമേ നടക്കുന്നുള്ളൂ. ദ്രവങ്ങളിൽ മാത്രമാണ് സംവഹനം നടക്കുന്നത്. ദ്രവങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ്. ദ്രവങ്ങളിലും വാതകങ്ങളിലും താപം പ്രസരിക്കുന്ന രീതിയാണ് സംവഹനം. അടുത്ത് പ്രേരിത സംവഹനം. പമ്പിൻ്റെയും മറ്റേതെങ്കിലും ഭൗതിക സാഹചര്യങ്ങളുടെയോ സ്വാധീനത്താൽ സാധ്യമാകുന്ന സംവഹന രീതിയാണ് പ്രേരിത സംവഹനം. എന്താണ്? പമ്പിൻ്റെയും മറ്റേതെങ്കിലും ഭൗതിക സാഹചര്യങ്ങളുടെ സ്വാധീനത്താൽ സാധ്യമാക്കുന്ന സംവഹന രീതിയാണ് ഫോഴ്സ്ഡ് കൺവെൻഷൻ അഥവാ പ്രേരിത സംവഹനം. പ്രേരിത സംവഹനങ്ങൾക്ക് ഉദാഹരണമാണ് വീടുകളിലെ പ്രേരിത വായു ചൂടാകുന്നത് പ്രേരിത സംവഹനമാണ്. മനുഷ്യനിലെ രക്തചംക്രമണ വ്യവസ്ഥ പ്രേരിത സംവഹനമാണ്. ഓട്ടോമൊബൈൽ എഞ്ചിനുകളിലെ കൂളിംഗ് സിസ്റ്റം എന്തിനുദാഹരണമാണ്? പ്രേരിത സംവഹനത്തിന്. ഓട്ടോമൊബൈൽ എഞ്ചിനുകളിലെ കൂളിംഗ് സിസ്റ്റം എന്തിനുദാഹരണമാണ്? പ്രേരിത സംവഹനത്തിന് ഉദാഹരണമാണ്. അടുത്തത് സ്വാഭാവിക സംവഹനം. അത് കടൽക്കാറ്റും കരക്കാറ്റും വാണിജ്യവാതങ്ങളുമാണ് സ്വാഭാവിക സംവഹനം എന്ന് പറയുന്നത്. കടൽക്കാറ്റും കരക്കാറ്റും വാണിജ്യവാതങ്ങളുമാണ്. ഇനി എന്താണ് വികിരണം? മാധ്യമം ആവശ്യമില്ലാതെ താപപ്രേഷണ രീതിയാണ് വികിരണം. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വഴിയാണ് ഇവിടെ താപോർജ്ജം പ്രേഷണം ചെയ്യപ്പെടുന്നത്. വൈദ്യുത കാന്തിക തരംഗങ്ങളാൽ വികിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ വികിരണോർജ്ജം എന്ന് പറയുന്നു. വൈദ്യുത കാന്തിക തരംഗങ്ങൾ വികിരണം ചെയ്യപ്പെടുന്ന ഊർജ്ജത്തെ വികിരണോർജ്ജം എന്ന് പറയുന്നു. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിലെത്തുന്ന പ്രക്രിയയാണ് വികിരണമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. ഓക്കെ. അടുത്ത് വളരെ ഉയർന്ന താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായി ഇല്ലാതാകുന്ന പ്രതിഭാസമാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി അഥവാ അതിദ്രവത്വം എന്ന് പറയുന്നത്. അതായത് എന്താണ് അതിദ്രവത്വം? വളരെ ഉയർന്ന അളവിൽ താപനിലയിൽ ചില ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായി ഇല്ലാതാകുന്ന ഉയർന്ന താപനിലയിൽ ദ്രാവകങ്ങളുടെ വിസ്കോസിറ്റി പൂർണ്ണമായും ഇല്ലാതാകുന്ന പ്രതിഭാസം അതാണ് അതിദ്രവത്വം അഥവാ സൂപ്പർ ഫ്ലൂയിഡിറ്റി അഥവാ അതിദ്രവത്വം എന്ന് പറയുന്നത്. താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായി അപ്രത്യക്ഷമാകുന്നതാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ്? താപനില താഴ്ത്തി ഒരു നിശ്ചിത താപനിലയിലെത്തുമ്പോൾ ചില പദാർത്ഥങ്ങളുടെ വൈദ്യുത പ്രതിരോധം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്ന പ്രതിഭാസമാണ് അതിചാലകത അഥവാ സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിചാലകത കണ്ടെത്തിയത് കമർലിംഗ് ഓൺസ് ആണ്. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില 4.2 കെൽവിനാണ്. ഇനി എന്താണ് വിശിഷ്ട താപധാരിത എന്ന് നോക്കാം. അതിനു മുമ്പ് എന്താണ് താപധാരിത എന്ന് നോക്കാം. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപം. ഒരു പദാർത്ഥത്തിന്റെ താപനില 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്താൻ ആവശ്യമായ താപമാണ് താപധാരിത എന്ന് പറയുന്നത്. 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കിലോ വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ താപനിലയുടെ അളവാണ് വിശിഷ്ട താപധാരിത. പദാർത്ഥത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ താപനിലയെ ആശ്രയിക്കുന്നു. വിശിഷ്ട താപധാരിത ഒരു പദാർത്ഥത്തിന്റെ സ്വഭാവത്തെയും അതിന്റെ താപനിലയെയും ആശ്രയിച്ചിരിക്കുന്നു. ഇനി വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് എന്താണ്? ജൂൾ അല്ലെങ്കിൽ കിലോഗ്രാം കെൽവിനാണ്. വിശിഷ്ട താപധാരിതയുടെ
യൂണിറ്റ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം സ്വർണ്ണമാണ്. അപ്പം ഇത് മൂന്നും പഠിച്ചു വെച്ചിരിക്കണം. ജലം, ഹൈഡ്രജൻ, സ്വർണ്ണ. ജലത്തിന് ഏറ്റവും കൂടുതലുള്ള വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥമാണ്. ഹൈഡ്രജൻ ആണെങ്കിലോ അത് വിശിഷ്ട താപധാരിത കൂടുതലുള്ള മൂലകമാണ്. വിശിഷ്ട താപധാരിത ഏറ്റവും കുറവുള്ള പദാർത്ഥം ഏതെന്ന് വെച്ചാൽ അത് സ്വർണവുമാണ്. ഓക്കെ. ജലത്തിന്റെ വിശിഷ്ട താപധാരിത പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കുന്നില്ല. എഞ്ചിനുകളിലെ റേഡിയേറ്ററുകളിൽ കൂളന്റായിട്ട് ജലം ഉപയോഗിക്കുന്നു. ജലത്തിന്റെ വിശിഷ്ട താപധാരിതയുടെ 1/5 ഭാഗമാണ് മണലിന്റെ വിശിഷ്ട താപധാരിത. ജലം ചൂടാകുന്നതിന്റെ 5 ഇരട്ടി വേഗത്തിൽ കര ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. ജലത്തിന്റെ വിശിഷ്ട താപധാരിത 2400 കിലോഗ്രാം കെൽവിനാണ്. 2400 ആണ്. എന്താണ് മിശ്രണതത്വം? വ്യത്യസ്ത താപനിലയിലുള്ള രണ്ട് വസ്തുക്കൾ സമ്പർക്കത്തിലിരുന്നാൽ താപനില കൂടിയ വസ്തുവിൽ നിന്ന് കുറഞ്ഞതിലേക്ക് രണ്ടിൻ്റെയും താപനില തുല്യമാകുന്നതുവരെ താപം പ്രവഹിക്കും. ചൂടുള്ള വസ്തുവിൻ്റെ താപനഷ്ടം തണുത്ത വസ്തുവിന് ലഭിക്കുന്ന താപത്തിന് തുല്യമായിരിക്കും. ഇതാണ് മിശ്രണതത്വം. കേവല പൂജ്യം എത്തിച്ചേരുന്ന അവസ്ഥ. കേവല പൂജ്യം -273.15 ഡിഗ്രി. ജലത്തിൽ ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും കുറഞ്ഞ വ്യാപ്തം അനുഭവപ്പെടുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് -39 ഡിഗ്രി സെൽഷ്യസ്. മെർക്കുറി ഖരമായി മാറുന്ന ഊഷ്മാവ് 39 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനുഷ്യൻ്റെ ശരീരോഷ്മാവ് 36.9 ഡിഗ്രി. മനുഷ്യൻ്റെ ശരീര ഊഷ്മാവ് 36.9 ഡിഗ്രി സെൽഷ്യസ് ആണ്. പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്നത് 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ 120 ഡിഗ്രിയിലാണ് വെള്ളം തിളയ്ക്കുന്നത്. അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന താപനില 500 ഡിഗ്രി സെൽഷ്യസ് ആണ്. അമോണിയ നിർമ്മാണം 500 ആണ്. 500. ഓക്കെ. സൂര്യൻ്റെ ഉപരിതലത്തിലെ താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം എത്രയാണ്? 1063 ഡിഗ്രി സെൽഷ്യസ് ആണ്. സ്വർണത്തിൻ്റെ ദ്രവണാങ്കം 1063 ഡിഗ്രി സെൽഷ്യസ് ദ്രവണാങ്കമാണ്. ടങ്സ്റ്റൻ്റെത് 3410. 1063 സ്വർണം. ടങ്സ്റ്റൻ്റെത് 3410 ഡിഗ്രി സെൽഷ്യസ്. ആൽക്കഹോളിൻ്റെ ദ്രവണാങ്കം 115 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആൽക്കഹോൾ 115 ഡിഗ്രി സെൽഷ്യസുമാണ്.